35 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ കേരളം ഭരിക്കുമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അല്ലാതെ ഞങ്ങൾക്ക് 35 സീറ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. 35 സീറ്റ് NDAക്ക് കേരളത്തിൽ കിട്ടിയാൽ ഈ നിമിഷവും ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞ 35 സീറ്റിലെ വോട്ട് ഷെയർ നിങ്ങൾ നോക്കിക്കോ. കേരളത്തിൽ ഞാൻ പറഞ്ഞ 35 സീറ്റിലെല്ലാം ദേശീയ ജനാധിപത്യ സഖ്യം ഏറ്റവും പ്രബലമായ ഒരു ശക്തിയാണ്. നിങ്ങൾ കണക്കെടുത്തു. 25,000-നും 72,000-നും ഇടയിൽ വോട്ടുള്ള 35 സീറ്റുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സ്റ്റിൽ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. 35 സീറ്റ് കിട്ടിയാൽ കേരളത്തിൽ രണ്ട് മുന്നണികളിൽ നിന്നും NDAയിലേക്ക് ഒഴുക്കുണ്ടാവും എന്നുള്ള കാര്യം അതിൽ യാതൊരു സംശയവുമില്ല. അത് കഴിഞ്ഞ തവണ അത് മിസ്സായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാറ്റി പറയാൻ തയ്യാറില്ല. എന്താണ് വോട്ട് കച്ചവടം? LDF-ലും UDF-ലും ഉള്ള കക്ഷികളെല്ലാം ഇപ്പോൾ സംതൃപ്തരാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? LDF-ലും UDF-ലും ഉള്ള കക്ഷികൾ, LDF-ലും UDF-ലും ഉള്ള പ്രധാന പാർട്ടികളുടെ നേതാക്കൾ തന്നെ അവരൊരു ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. CPM-ലും കോൺഗ്രസിലുള്ള പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും, കൊല്ലം, ആലപ്പുഴ ജില്ലയിലൊക്കെയുള്ള പല നേതാക്കന്മാരും അവർ ഒരു ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ ഓപ്ഷൻ ഉയർന്നു വരും. കേരളത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളം മോദിക്ക് ബാലി കയറാൻ മലയല്ല എന്നുള്ളതാണ് ജനവികാരം തെളിയിക്കുന്നത്. സീറ്റ് ചർച്ചകള്, പ്രാഥമിക ചർച്ചകൾ കഴിഞ്ഞു. ഈ മാസം അവസാനത്തോടു കൂടി 20 സീറ്റിലും ഉള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അന്തിമമായ ചിത്രം തെളിയും. കൊല്ലത്തേക്ക് പറ്റി ചോദിക്കുന്നു. ഞാൻ ഇവിടെയല്ലേ, ഇന്നലെയാണ് പത്തനംതിട്ട. അല്ല, അങ്ങനെ ആർക്കും ഇതില്ലല്ലോ. വ്യക്തിപരമായിട്ട് ആരും സ്ഥാനാർത്ഥി സീറ്റ് ചോദിക്കുന്നില്ലല്ലോ. അതല്ല, വ്യക്തിപരമായിട്ട് അത് പറയാൻ പറ്റില്ലെന്ന്. എങ്ങനെയാണ് നിങ്ങൾ കോൺഗ്രസ് പോലെ അല്ലല്ലോ. പ്രസിഡന്റ് മത്സരിക്കണോ വേണ്ടയോ എന്ന് പ്രസിഡന്റ് അല്ലല്ലോ പറയുന്നത്. അല്ല, എന്താണ് ഇതിന്റെ രാഷ്ട്രീയ സാഹചര്യം? ഒരു പാർട്ടി, ഒരു മുന്നണി ഏത് സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുക എന്നുള്ളത് അവരവരുടെ മുന്നണിയുടെ തീരുമാനമല്ലേ. 2 or 3 പാർട്ടി പറഞ്ഞാൽ എത്ര സീറ്റിലും വേണമെങ്കിൽ മത്സരിക്കുക. എന്നാ പിന്നെ ഞാനിതങ്ങ് പ്രഖ്യാപിച്ച പിന്നെ പാർട്ടിയുടെ പാർലമെന്റ് അല്ല, ചോദിക്കുമ്പോ ഒരു സുഖമുണ്ട്. ഈ പത്തനംതിട്ടയെ പറ്റി മാത്രം ചോദിക്കുന്നുണ്ടാണ് ഞാൻ പറഞ്ഞത്. കൊല്ലത്തായാലും അല്ല, അതിന് ഓരോന്നോരോന്ന് നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഞങ്ങള് വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം ഇത്തവണ ഉണ്ടാവും. നല്ല നിലയിൽ ഞങ്ങളുടെ സീറ്റുകൾ. നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലല്ലോ കേരളത്തിൽ NDA വളരുന്നതിൽ? കേരളത്തിൽ NDA ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളുടെ വികാരത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ശരി, നിങ്ങളിങ്ങനെ ഓരോ സീറ്റും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ നിലനിൽപ്പുള്ളത്? ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി എന്നെ എന്ത് ചെയ്യുവേ? സസ്പെൻസ് അല്ല, സർപ്രൈസ്. അതല്ലേ?